നമസ്കാരം. ഒരു സംസ്ഥാനത്തെ സർക്കാരിനെ വീഴ്ത്താൻ മന്ത്രവാദമോ? അങ്ങനെ മന്ത്രവാദം കൊണ്ട് വീഴുന്നതാണോ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ? മന്ത്രവാദം നടത്തി സർക്കാരിനെ അട്ടിമറിക്കാൻ ഇതിനു മുൻപ് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിന് ഒരു കാരണമുണ്ട്. കർണാടക സർക്കാരിനെ തകർക്കാൻ കേരളത്തിൽ വൻ ഗൂഢാലോചന നടക്കുന്നതായി കർണാടക ഉപമുഖ്യമന്ത്രി സാക്ഷാൽ DK ശിവകുമാർ തന്നെയാണ് പറയുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തന്നെയും നശിപ്പിക്കാൻ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ യാഗങ്ങളും മൃഗബലികളും നടന്നു എന്ന വിവരം ലഭിച്ചു എന്നാണ് DK ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രവർത്തികൾ നടക്കുന്നത് എന്നും ശിവകുമാറിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കർണാടക സർക്കാരിനെതിരെ കേരളത്തിലാണ് ഗൂഢാലോചന നടക്കുന്നത്. ആരാണ് യാഗം നടത്തിയത്, ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്, ആരാണ് ഇതിന് പിന്നിലെന്ന് തനിക്ക് അറിയാമെന്നും ശിവകുമാർ പറഞ്ഞു. ആരുടെയും പേര് നേരിട്ട് പറയാതെ രാഷ്ട്രീയ എതിരാളികളാണ് ഇത് ചെയ്തത് എന്നും മൃഗബലിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും DK ശിവകുമാർ കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ തൻ്റെ കൈത്തണ്ടയിൽ കെട്ടിയിരിക്കുന്ന വിശുദ്ധ നൂലിനെ എടുത്തു കാണിച്ച് തനിക്ക് നേരെയുള്ള ദുഷിച്ച കണ്ണുകളെ തടയാനാണ് താൻ ഇത് കെട്ടിയിരിക്കുന്നത് എന്നും ശിവകുമാർ പറഞ്ഞു. തനിക്കും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും എതിരെയാണ് യാഗങ്ങളും പൂജകളും നടത്തുന്നത്. കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപത്ത് ശത്രുക്കളെ ഇല്ലാതാക്കാൻ ശത്രുഭൈരവി യാഗം അഥവാ അഗ്നിബലി, പഞ്ചബലി എന്നീ കർമ്മങ്ങളാണ് നടത്തുന്നത്. ചുവന്ന ആട്, 21 എരുമകൾ, 3 കറുത്ത ആടുകൾ, 5 പന്നികൾ എന്നിവ അഗ്നിയാഗത്തിനായി ഉപയോഗിച്ചു. പൂജകൾക്കായി ശത്രുക്കൾ അഘോരികളെയാണ് സമീപിക്കുന്നത്. യാഗങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും അതിൽ പങ്കെടുത്തവരിൽ നിന്ന് തനിക്ക് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നുണ്ടെന്നും ശിവകുമാർ അവകാശപ്പെട്ടു. ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും രാഷ്ട്രീയമായി വന്ന ശത്രുക്കളാണ് ഇതിന് പിന്നിൽ. ശത്രുക്കളുടെ ആജ്ഞപ്രകാരമാണ് ചടങ്ങുകൾ നടക്കുന്നത് എന്നും DK ശിവകുമാർ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരാണെങ്കിലും അത് അവരുടെ വിശ്വാസമാണ്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കട്ടെ. സ്വയം സംരക്ഷിക്കാൻ തനിക്ക് കഴിയുമെന്നും DK ശിവകുമാർ ചില ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ദുഷ്കർമ്മങ്ങളോ അല്ലെങ്കിൽ മൃഗബലിയോ കേരളത്തിൽ നടക്കുന്നുണ്ടോ? ആരെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? ഈ രാഷ്ട്രീയ എതിരാളികൾ എന്ന് ശിവകുമാർ ചൂണ്ടിക്കാട്ടിയത് BJP നേതാക്കളെയാണോ? BJP നേതാക്കളെ ആകാനാണ് സാധ്യത എന്ന് ചിലർ അഭിപ്രായം പറയുന്നുണ്ട്. കാരണം കർണാടകത്തിൽ CPM അങ്ങനെയുള്ള മറ്റ് കക്ഷികളോ ഒന്നും തന്നെ കാര്യമായി ശക്തി പ്രകടിപ്പിച്ചിട്ടില്ല. അവർക്കൊന്നും അവിടെ സീറ്റുമില്ല. കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കണം എന്ന് ആഗ്രഹിക്കുന്നത് BJP ആണ്. അപ്പോൾ BJPക്കാരാണോ ഈ ഒരു പരിപാടികൾക്ക് പിന്നിൽ? അല്ല, ഇങ്ങനെയൊക്കെ യാഗം നടത്തിയാലും മൃഗബലി നടത്തിയാലും കർണാടകയിലെ സർക്കാർ എങ്ങനെ താഴെ വീഴാനാണ്, എങ്ങനെ താഴെ വീഴ്ത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? യാഗം ചെയ്താൽ സർക്കാരുകൾ താഴെ വീഴുമെങ്കിൽ എല്ലാ സർക്കാരുകളെയും വീഴ്ത്താൻ ഇങ്ങനെ യാഗം ചെയ്താൽ മതിയല്ലോ എന്നും ഈ വാർത്തയോട് പ്രതികരിക്കുന്നവരുണ്ട്.